ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയൊരു ചിക്കൻ കുറുമൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമ്മളെ വീഡിയോ എല്ലാവരും മാക്സിമം ഇരുന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ ചിക്കൻ നല്ലോണം കഴുകിയെടുത്തിട്ടുണ്ട്. നമുക്കിത് ഈ പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. നമ്മളെ മസാല വെച്ചിട്ടാണ് നമ്മൾ ഈ ചിക്കൻ കുറുമ ഉണ്ടാക്കിയെടുക്കാൻ പോണത്. അപ്പൊ നമുക്ക് ഇതിന്നൊരു 100 ഗ്രാം മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മള് 100 ഗ്രാം മസാല ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് നമുക്കൊന്ന് തുള്ളി വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ നമ്മൾ മസാല നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പൊ നമ്മളെ ചിക്കനും മസാലയും മിക്സ് ചെയ്തത് നമ്മളിവിടെ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതൊരു 10 മിനിറ്റ് വെന്ത് വരട്ടെ. ഹൈ ഫ്ലെയിമിലാണ് ഇതിവിടെ വെച്ചിട്ടുള്ളത്. അപ്പൊ നമ്മളൊരു 30 ഗ്രാം അണ്ടിപ്പരിപ്പ് ഒരു 15-20 മിനിറ്റ് ഇവിടെ നല്ലോണം കുതിർത്തെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് അരച്ചു തരാം. അപ്പൊ നമ്മൾ അണ്ടിപ്പരിപ്പ് ഇവിടെ പേസ്റ്റ് ആയിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മളിതിലേക്ക് അരച്ചെടുത്ത അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കണം. നമുക്കിതൊന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ളത് ഫ്രഷ് ക്രീമാണ്. തേങ്ങാപ്പാൽ നമ്മൾ ഉപയോഗിക്കുന്നില്ല. നമ്മളിതിലേക്ക് ഫ്രഷ് ക്രീമാണ് ഇനി ആഡ് ചെയ്ത് കൊടുക്കാൻ പോണത്. നമ്മളിവിടെ അമൂലിന്റെ ഫ്രഷ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. 250 ml ആണ്. ഇതിന് പകുതി നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്രഷ് ക്രീം കയ്യിലില്ലാത്തവർ തേങ്ങാപ്പാൽ വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഉപ്പ് വേണമെങ്കിൽ നോക്കിയിട്ട് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. കുറുമ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതിക്ക് തിക്നെസ് കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.